ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് മുരിങ്ങയ്ക്ക കൊണ്ടൊരു മെഴുക്ക് പുരട്ടിയാണ്. അതിനായിട്ട് ഞാനിപ്പോൾ കുറച്ച് മുരിങ്ങയ്ക്കായ എടുത്തിട്ടുണ്ട്. മുരിങ്ങയ്ക്കായ എല്ലാം കഷ്ണങ്ങളാക്കിയ ശേഷം നമുക്ക് അതിൻ്റെ ഉൾഭാഗമെല്ലാം ഇതുപോലെ ഇളക്കിയെടുക്കണം. കത്തി കൊണ്ടോ സ്പൂൺ കൊണ്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇത് ഇളക്കിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനെല്ലാം ഇളക്കിയെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെച്ചേക്കാം. ഇനി ഞാൻ അതിനോടൊപ്പം ചേർക്കുന്നത് മൊച്ചപ്പയറാണ്. അത് നമുക്കൊരു 1/4 കപ്പാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. നമുക്കതിനെ കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാൻ വെക്കണം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. പയറൊക്കെ ഞാനിപ്പോൾ വേവിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ തോലിന് ചെറിയ കയ്പ്പാണ് ഉള്ളത്. അതുകൊണ്ട് ഞാനിപ്പോൾ അതിൻ്റെ തോലൊക്കെ ഇളക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു പാനിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് ഇതിന് ഞാൻ പൊട്ടിക്കുന്നില്ല. അതിന് പകരം ഒരു സ്പൂൺ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ജീരകം ഒന്ന് പൊരിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഒരു സവാള അരിഞ്ഞതും ഒരു വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. ഇവയെല്ലാം നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ചെറുതീയിലിട്ടാണ് ഞാനിപ്പോൾ ഇത് തയ്യാർ ചെയ്യുന്നത്. നമുക്ക് സവാളയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ നിറം മാറി വരുന്ന സമയത്ത് വേണം അടുത്ത ഐറ്റം ചേർത്ത് കൊടുക്കാൻ. ഇപ്പം നമ്മുടെ സവാളയൊക്കെ നിറം മാറി വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുരിങ്ങക്കായുടെ ഉൾഭാഗം കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം നമുക്ക് പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വേവിക്കാം. മുരിങ്ങക്കായിൽ നിന്ന് ഉൾഭാഗം എടുക്കാൻ കുറച്ച് പ്രയാസമാണെങ്കിൽ നമുക്ക് മെഴുക്ക് പുരട്ടി ചെയ്യുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിനി കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും വഴറ്റിയ ശേഷം ഒന്ന് മൂടി വേവിക്കണം. ഇപ്പോൾ പകുതി വേവ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു സ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ്. അതുകൂടി ഇട്ട് കൊടുക്കാം. മുളക് പൊടിയോ വേറൊന്നും ഞാൻ ചേർക്കുന്നില്ല. എരിവ് അധികമായിട്ട് ആവശ്യമാണെങ്കിൽ മാത്രം കുറച്ച് കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മൊച്ചപ്പയറാണ്. അതുകൂടി ഇട്ട് കൊടുക്കാം. ബാക്കിയിരിക്കുന്ന പയർ കൂടി ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും 1-2 മിനിറ്റ് ഒന്ന് മൂടി വേവിക്കാം. ഇപ്പോൾ നമ്മുടെ മെഴുക്ക് പുരട്ടിയൊക്കെ തയ്യാറായി വന്നിട്ടുണ്ട്. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണിത്. ചൂട് ചോറിനോടൊപ്പം കഴിക്കാൻ അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണിത്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മൊച്ചപ്പയർ കിട്ടാനില്ലെങ്കിൽ കൂടി നമുക്ക് വൻപയർ ചേർത്ത് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസും എന്നെ അറിയിക്കുക.